എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ഒരു പാൻ കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അധികം സോഡാപ്പൊടി ഒന്നും ചേർക്കാതെ തന്നെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഫ്ലഫി ആയിട്ടുള്ള പാൻ കേക്കാണ് ഇത്. നമ്മൾ വീട്ടിൽ സ്ഥിരമായിട്ട് ഉണ്ടാക്കുന്ന ഒരു കുട്ടികൾക്ക് ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു പാൻ കേക്കാണ്. നല്ല സോഫ്റ്റാണ്. അധികം സോഡാപ്പൊടി ഒന്നും ചേർക്കാതെ തന്നെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഫ്ലഫി ആയിട്ടുള്ള പാൻ കേക്ക് ഉണ്ടാക്കാം. ഇത് ചോക്ലേറ്റ് സിറപ്പിൻ്റെ കൂടെയോ ഹണിയുടെ കൂടെയോ മേപ്പിൾ സിറപ്പിൻ്റെ കൂടെയൊക്കെ കഴിക്കാനായിട്ട് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് എടുക്കാൻ പറ്റിയ നല്ലൊരു റെസിപ്പിയാണ്. അപ്പോൾ നമുക്കിതിന് വേണ്ടിയിട്ട് 2 മുട്ടയാണ് വേണ്ടത്. ഇതിൻ്റെ മുട്ടയുടെ മഞ്ഞയും വെള്ളയും ഒന്ന് വേർതിരിച്ചിട്ടാണ് നമ്മൾ മിക്സ് ചെയ്തെടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മുട്ടയുടെ മഞ്ഞയും വെള്ളയും ഒരുമിച്ചിട്ടും മിക്സ് ചെയ്യാവുന്നതാണ്. നമ്മൾ ഇതുപോലെ ഒരു വിസ്ക് എടുത്തിട്ടുണ്ട്. മുട്ടയുടെ മഞ്ഞ നന്നായിട്ടൊന്ന് ബീറ്റാക്കി കൊടുക്കുക. മുട്ടയുടെ മഞ്ഞ നന്നായിട്ട് തന്നെ ഒന്ന് ബീറ്റാക്കണം. അപ്പോൾ ബീറ്റാക്കുമ്പോൾ നമ്മളിതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസും കൂടി ചേർത്ത് കൊടുത്താൽ മുട്ടയുടെ ടേസ്റ്റൊന്നും ഉണ്ടാവില്ല. നന്നായിട്ട് തന്നെ ഒന്ന് ബീറ്റാക്കി എടുക്കുക. നിങ്ങൾക്ക് ഈ വിസ്കിന് പകരം ഹാൻഡ് ബീറ്റർ വെച്ചിട്ടും ചെയ്യാവുന്നതാണ്. ഇതിലേക്ക് 1/4 കപ്പ് പഞ്ചസാരയാണ് ചേർക്കുന്നത്. ഇത് പൊടിക്കാത്ത പഞ്ചസാരയാണ്, പക്ഷേ ചെറിയ തരികളുള്ളതാണ്. പൊടിച്ച പഞ്ചസാര ചേർത്താലും കുഴപ്പമൊന്നുമില്ല. പഞ്ചസാര നിങ്ങളുടെ മധുരത്തിനനുസരിച്ചിട്ട് ചേർക്കാവുന്നതാണ്. 1/4 കപ്പൊക്കെ ചേർക്കുമ്പോൾ അത്യാവശ്യം നല്ല മധുരം ഉണ്ടാവും. പിന്നെ നമ്മളിതിലേക്ക് ചോക്ലേറ്റ് സിറപ്പൊക്കെ ഒഴിക്കുന്നതുകൊണ്ട് കൂടുതൽ മധുരത്തിൻ്റെ ആവശ്യമില്ല. പഞ്ചസാരയും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ബീറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ ചേർക്കുന്നത് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറാണ്. ഇതിൽ നമ്മൾ ബേക്കിംഗ് സോഡ ചേർക്കുന്നില്ല, ബേക്കിംഗ് പൗഡർ മാത്രമാണ് ചേർക്കുന്നത്. അതും 1 ടീസ്പൂൺ മാത്രം മതി. സാധാരണ അമേരിക്കൻ പാൻ കേക്കിൻ്റെയൊക്കെ റെസിപ്പിയിൽ ഒരുപാട് ബേക്കിംഗ് സോഡ ചേർക്കാറുണ്ട്, പക്ഷേ ഇതിൽ അത്രയും വേണ്ട. നമ്മളിനി ഇതിലേക്ക് 1/2 കപ്പ് പാലും കൂടെ ചേർക്കുന്നുണ്ട്. ഇത് റൂം ടെമ്പറേച്ചറിലുള്ള പാലാണ്, ഫ്രിഡ്ജിൽ നിന്ന് ഡയറക്റ്റ് എടുത്തതല്ല. പച്ചപ്പാലോ തിളപ്പിച്ച പാലോ നിങ്ങൾക്ക് ചേർക്കാവുന്നതാണ്. പാലും കൂടെ ചേർത്തിട്ട് പഞ്ചസാരയൊക്കെ നന്നായിട്ട് അലിച്ചെടുക്കുക. പിന്നെ ഇതിലേക്ക് നമ്മളൊരു 2 ടേബിൾ സ്പൂൺ ഉരുക്കിയ ബട്ടർ, അല്ലാന്നുണ്ടെങ്കിൽ വെജിറ്റബിൾ ഓയിൽ ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാം. ബട്ടർ ചേർക്കുമ്പോൾ ഒന്നുകൂടെ നല്ലൊരു ഫ്ലേവറാണ്. നന്നായിട്ട് മിക്സ് ആക്കിയതിന് ശേഷം ഇതിലേക്ക് 1 കപ്പ് മൈദയാണ് ചേർക്കുന്നത്. മൈദയ്ക്ക് പകരം നിങ്ങൾക്ക് ഗോതമ്പ് പൊടിയും എടുക്കാവുന്നതാണ്. മൈദ കൂടെ ചേർത്തിട്ട് കട്ടയില്ലാതെ നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുക. ഇപ്പോൾ ഒട്ടും തന്നെ കട്ടകളില്ലാതെ നമ്മൾ മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനിയാണ് നമ്മളിതിലേക്ക് മുട്ടയുടെ വെള്ള ഒന്ന് ബീറ്റ് ചെയ്തിട്ട് ഫോൾഡ് ചെയ്യാൻ പോകുന്നത്. ഇനി നമുക്ക് മുട്ടയുടെ വെള്ള ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ബീറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് വിസ്ക് യൂസ് ചെയ്യാം. വിസ്ക് യൂസ് ചെയ്യുമ്പോൾ 8 മിനിറ്റൊക്കെ ഒന്ന് ബീറ്റ് ചെയ്യണം. ഇതിലേക്ക് 1 നുള്ളു ഉപ്പും കൂടെ ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഇത് ബീറ്റായി കിട്ടും. നമ്മളിവിടെ ഒരു ഇലക്ട്രിക് ബ്ലെൻഡറാണ് എടുക്കുന്നത്. നന്നായിട്ട് തന്നെ ബീറ്റാക്കി എടുക്കാം. ബീറ്റ് ചെയ്യുമ്പോൾ സ്റ്റിഫ് പീക്സ് ഒന്നും ആവണ്ട, സോഫ്റ്റ് ആയിട്ടുള്ള പീക്സ് ആയാൽ മതി. ക്ലീൻ ആയിട്ടുള്ള പാത്രം എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ പെട്ടെന്ന് തന്നെ ഇത് നമുക്ക് ഫ്ലഫി ആയിട്ട് കിട്ടും. അപ്പോൾ എഗ് വൈറ്റ്സ് നല്ല സോഫ്റ്റ് പീക്കായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മിക്സിലേക്ക് കുറേശ്ശെ ചേർത്തിട്ട് ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കാം. എല്ലാം കൂടെ ഒരുമിച്ച് ചേർക്കേണ്ട, 2 തവണകളായിട്ട് ചേർത്തിട്ട് ലൈറ്റായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കാം. ഒരുപാട് ഇളക്കിയാൽ ആ ഫ്ലഫിനെസ് പോവും. നമ്മുടെ പാൻ കേക്കിന് വേണ്ടിയിട്ടുള്ള ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ഫ്ലഫി ആയിട്ടുള്ള ബാറ്ററാണ്. ഫ്ലോയിങ് കൺസിസ്റ്റൻസിയിലല്ല ഉള്ളത്, നല്ല കുറുകിയിട്ടാണ് ഇരിക്കുന്നത്. നമ്മൾ നോൺ സ്റ്റിക്കിൻ്റെ പാത്രത്തിൽ എണ്ണയൊന്നും തടവാതെ വേണം ഇത് ചുട്ടെടുക്കാനായിട്ട്. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടുണ്ട്. ഓരോ തവി മാവ് കോരി ഒഴിച്ചതിന് ശേഷം നമുക്കിത് ഒന്ന് ചെറുതായിട്ടൊന്ന് പരത്തി കൊടുക്കാം. ഒരുപാട് പരത്തണ്ട. പരത്തുമ്പോൾ ഒരുപാട് തവി ഇട്ടങ്ങ് പ്രസ് ചെയ്യരുത്. ആ ഫ്ലഫിനെസ് നിർത്തിക്കൊണ്ട് വേണം അത് പരത്താനായിട്ട്. മീഡിയം ഫ്ലെയിമിലിട്ട് ഒരു 2 മിനിറ്റ് കഴിഞ്ഞാൽ നമുക്കിത് മറിച്ചിടാം. ഇത് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അടച്ച് വെച്ചിട്ടും കുക്ക് ചെയ്തെടുക്കാവുന്നതാണ്. പെട്ടെന്ന് തന്നെ അത് ആയിക്കിട്ടും. വീണ്ടും 1 മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് നമുക്കിത് മറിച്ചിടാം. ഇനി അടച്ചു വെക്കാതെയാണ് ഉണ്ടാക്കുന്നതെന്നുണ്ടെങ്കിൽ തീ വളരെ കുറച്ചിട്ടിട്ട് വേണം ഇത് ചുട്ടെടുക്കാനായിട്ട്. അപ്പോൾ വളരെ ഫ്ലഫി ആയിട്ടുള്ള സോഫ്റ്റ് ആയിട്ടുള്ള പാൻ കേക്കാണ്. ഇതിന് മുകളിലായിട്ട് നമ്മൾ ചോക്ലേറ്റ് സിറപ്പ് ഒന്ന് ഡ്രിസിൽ ചെയ്ത് കൊടുത്തു. കുറച്ച് റാസ്ബെറിയും കൂടെ മുകളിൽ വെച്ചിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്കാണ്. അപ്പോൾ ഇതിൻ്റെ മുകളിലായിട്ട് ഹണി അല്ലാന്നുണ്ടെങ്കിൽ മേപ്പിൾ സിറപ്പ് ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്കിൻ്റെ ടേസ്റ്റിൽ വരുന്ന ഒരു ടേസ്റ്റ് ആയിട്ടുള്ള പാൻ കേക്കിൻ്റെ റെസിപ്പിയാണ്. ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടൊക്കെ കുട്ടികൾക്ക് സെർവ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ വീഡിയോ ഇഷ്ടമായാലും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പുതിയ റെസിപ്പി വീഡിയോകളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്